മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് ശിവശങ്കരൻ്റെ രാജ്യം വന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവന്മാരെ വളർത്തി നശിപ്പിച്ച് വെച്ചേക്കുവാണ്. കൊല്ലപ്പള്ളിയിൽ ഒരു കമരേട്ടത്തിയുണ്ട്, കടപ്പാട്ടൂർ ഒരു വൈജയന്തിയുണ്ട്. രണ്ടുപേരും കൂടെ വളർത്തി നശിപ്പിച്ച് വെച്ചേക്കുവാണ്. അവരെ വളർത്തിയത് വെച്ച് നോക്കുവാണെങ്കിൽ അവരെത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ബാലേന്ദ്രൻ ഭയങ്കര സങ്കടത്തോടെ പറയുകയാണ്. ശിവശങ്കരൻ പറയാണ്, ഇനിയിപ്പം അതൊന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരു കാര്യമില്ല. അവരെ എങ്ങനെയെങ്കിലും പുറത്തിറക്കാൻ പറ്റുമെന്ന് നോക്കണം. അത് മാത്രമേ ഇപ്പം ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയാണ്. അപ്പം രാജീവ് പറയാണ്, എന്ത് ചെയ്യാൻ, ഇപ്പോൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മിക്കവാറും റിമാൻഡിൽ വിടും എന്ന് രാജീവ് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ വിഷമിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ശിവശങ്കരൻ പറയാണ്, അലീന വിചാരിച്ചാൽ വല്ലതും നടക്കുമോ എന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, അലീന എന്ത് ചെയ്യാനാ, അല്ല കഴിഞ്ഞ ദിവസം അലീനയെ പോലീസ് കൊണ്ടുപോയപ്പം ആരോ വിളിച്ച് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് അലീനയെ വിട്ടെന്നാണ് മനു പറഞ്ഞത്. നീ അവരോടെങ്ങാനും സംസാരിച്ച റിമാൻഡ് ചെയ്യാതെ ജാമ്യം കിട്ടാൻ എന്തെങ്കിലും വഴി കാണുമോ എന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. എത്ര കാശ് കൊടുക്കാനും തയ്യാറ്, ഒന്ന് റിമാൻഡിലാക്കാതെ അവരെ ഒന്ന് ജാമ്യത്തിലിറക്കി കിട്ടിയാൽ മതി എന്ന് ശിവശങ്കരൻ പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, ഇതങ്ങനെ നിസ്സാര കേസല്ല. അലീനയാണെങ്കിൽ ചോദ്യം ചെയ്യാനും കേസ് എഴുതി വാങ്ങിക്കാനുമാണ് കൊണ്ടുപോയത്. അതുകൊണ്ട് ആ ഡിവൈഎസ്പിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി. പക്ഷേ ഇവരങ്ങനല്ല, ഇവരാണെങ്കിൽ കുറ്റവാളികളാണ്. ഇവരെ സഹായിക്കാൻ ആരും തയ്യാറാവത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പം ശിവശങ്കർ പറയാണ്, എന്നാലും നമുക്കൊന്ന് സംസാരിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ, ഏത് വാതിലാത്തോർക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അപ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇങ്ങനെയുള്ള കാര്യമൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങളല്ലെങ്കിൽ അവളോടൊന്ന് സംസാരിച്ച് നോക്കാൻ പറയുകയാണ്. അങ്ങനെ രാജീവ് പറയുന്നുണ്ട്, എന്തായാലും എല്ലാ വഴിയൊന്നും മുട്ടി നോക്കാം, എവിടെയെങ്കിലും ഒന്ന് തുറന്ന് കിട്ടിയാലോ, റിമാൻഡിൽ പോവാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലതല്ലേ എന്ന് രാജീവും പറയുന്നുണ്ട്. പക്ഷേ തോന്നുന്നില്ല, മിക്കവാറും അവരെ റിമാൻഡിൽ തന്നെ വിടുമെന്ന് രാജീവും പറയുന്നുണ്ട്. അങ്ങനെ രാജീവും ശിവശങ്കരനും കൂടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുവാണ്. അതിനുശേഷം അവരെ ഇന്ന് കോടതിയിൽ കൊണ്ടുപോകുമെന്ന് അറിഞ്ഞായിരുന്നു. അപ്പം അവരെ കോടതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ പോവാം എന്ന രീതിയിൽ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് കോടതിയിലേക്ക് പ്രതികളെ കൊണ്ടുപോകാൻ വേണ്ടി പോലീസാണെങ്കിൽ സെല്ലിൽ നിന്ന് അവരെ ഇറക്കുന്നുണ്ട്. അപ്പം CI പറയുന്നുണ്ട്, പുറത്ത് നിറച്ച് ജനക്കൂട്ടമാണ്, ഇവരെ പുറത്തോട്ട് ഇറക്കുമ്പം ആക്രമണം ചിലപ്പം ഉണ്ടാകും, അതെങ്ങനെ തടയാൻ പറ്റും എന്ന് CI പറയാണ്. അപ്പോൾ SI പറയാണ്, ഇവരെ കാണുമ്പോൾ എന്തായാലും മീഡിയാസും ജനങ്ങളെല്ലാം വയലൻ്റ് ആവും, അതുറപ്പാണ് എന്ന് പറയാണ്. അപ്പോൾ CI പറയാണ്, എന്നും പറഞ്ഞ് ഇവന്മാരെ കൊണ്ടുപോകാതിരിക്കാൻ പറ്റത്തില്ലല്ലേ, പിന്നെ ഇവന്മാരുടെ ഫോട്ടോയൊക്കെ മീഡിയയിലൊക്കെ വരട്ടെ, ഇവന്മാരെ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. അങ്ങനെ CI എടുത്ത് പറയാണ്, ഇവന്മാരെ ഇറക്കിക്കൊണ്ട് വരാൻ പറയാണ്. അങ്ങനെ എല്ലാവരെയും എടുത്ത് സെല്ല് തുറന്നിട്ട് ഇറങ്ങാൻ പറയുകയാണ്. രോഹിത് മാത്രം ഭിത്തി ചാരി ഇങ്ങനെ നിൽക്കണം. അപ്പം SI ചോദിക്കുന്നത്, നീ എന്താടാ അവിടെ തന്നെ നിൽക്കുന്നത്, നീ സെല്ലിൽ തന്നെ നിൽക്കുന്നത് എന്താ, നീ ഇറങ്ങുന്നില്ല, ഇങ്ങോട്ട് ഇറങ്ങടാ എന്നും പറഞ്ഞിട്ട് ചൂടാവുകയാണ്. അപ്പോഴത്തേക്ക് രോഹിത്താണെങ്കിൽ പതുക്കെ നടന്നു വരികയാണ്. രോഹിത്താണെങ്കിൽ ആകപ്പാടെ ഒരു മരവിച്ച അവസ്ഥയാണ്. അങ്ങനെ പുറത്തേക്ക് വരികയാണ്. അങ്ങനെ കൈവലങ്ങൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങുവാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിറച്ച് ജനക്കൂട്ടവും മീഡിയാസും ഒക്കെ നിൽക്കുകയാണ്. അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്ക് രോഹിത്തും ഹരിയൊക്കെ വല്ലാതെ ആവുന്നുണ്ട്. അപ്പോൾ CI പറയാണ്, ഇവരെ എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് അങ്ങ് ജീപ്പിൽ കയറ്റി, അല്ലെങ്കിൽ ഇവരെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ വെച്ചേക്കത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ആ ജനത്തിൻ്റെ ഇടയ്ക്കൂടെ ഇവരെ 4 പേരെയും അങ്ങ് പോലീസ് വാനിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്താണെങ്കിൽ ജനങ്ങളൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് തള്ളുകയും ഇങ്ങോട്ട് തള്ളുകയും അവരെ പിടിക്കാനും അടിക്കാനും ഒക്കെ ഒരുങ്ങുന്നുണ്ട്. അതിൽ നിന്നൊക്കെ പോലീസ് രക്ഷിച്ച് ഇവരെങ്ങനെയൊക്കെയോ അങ്ങ് പോലീസ് ജീപ്പിൽ കയറ്റുന്നുണ്ട്. എന്നിട്ടും ജനങ്ങൾ ആ വണ്ടി കിടന്ന് അടിച്ചും ബഹളവും വെച്ച് ഇറക്കി വിടാൻ ഇവന്മാരെന്നും പറഞ്ഞുകൊണ്ട് ബഹളമൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ ദൂരെ മാറിയെന്ന് ശിവശങ്കരൻ രാജീവും കാണുന്നുണ്ട്. അപ്പം അവർ വിചാരിച്ചേക്കാക്കി പ്രശ്നം രൂക്ഷമാണെന്നും ജനങ്ങൾ ഇത്രയും വയലൻ്റായിട്ട് നിൽക്കുകയാണെന്നൊക്കെ അപ്പോഴാണ് ശിവശങ്കരൻ രാജീവും മനസ്സിലാക്കുന്നത്. അവരാണ് ഇങ്ങനെ വിഷമിച്ച് ഇവരെ കൊണ്ടുപോകാൻ പോലീസ് വാനിൽ കയറ്റുന്നത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ശിവശങ്കരനാണെങ്കിൽ ആകെപ്പാടെ സങ്കടം വന്ന് നിൽക്കുകയാണ്. അപ്പം രോഹിത്തും ഹരിയാണെങ്കിൽ വാനിൽ കയറിയതിന് ശേഷം കാണുന്നുണ്ട് ഇവരവിടെ നിൽക്കുന്നത്. രോഹിത്താണെങ്കിൽ തല കുനിച്ച് ഇരിക്കുകയാണ്, ഭയങ്കര സങ്കടത്തോടെ നിൽക്കുകയാണ്. ശിവശങ്കരാണെങ്കിൽ ശിവശങ്കരൻ്റെ മുന്നിൽ കൂടെയാണ് ഇവരെ പോലീസ് വണ്ടി പോകുന്നതും വാൻ ഇവരെയും കൊണ്ട് പോകുന്നതും ഒക്കെ കണ്ടത്. അപ്പം ആ ജനങ്ങളൊക്കെ അതിൻ്റെ പുറകെ കിടന്ന് ഓടുകയാണ്. ഇതൊക്കെ കാണുമ്പോഴത്തെ ശിവശങ്കർ ആകപ്പാടെ തകർന്ന് നിൽക്കുകയാണ്, സങ്കടത്തോടെ ഇങ്ങനെ കുഞ്ഞു നിൽക്കുകയാണ്. അപ്പം രാജീവ് പറയാണ്, നമുക്ക് പോവാട്ടാ, ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, വക്കീലിനെ കണ്ട് സംസാരിക്കണം, കോടതിയിൽ കൊണ്ടുവരുമ്പം ജാമ്യം കിട്ടുമെന്ന് നോക്കാം എന്ന് പറയാണ്. അപ്പോൾ ശിവശങ്കർ പറയാണ്, എനിക്ക് തോന്നുന്നില്ല രാജീവ, അവന് ജാമ്യം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ആ കുട്ടിയുടെ മൊഴി അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അതുകൊണ്ടല്ലേ ജനങ്ങൾ, നമ്മൾ കണ്ടതല്ലേ നേരിട്ട്, ഇപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന്.
അവന്മാരുടെ ഭാവിയും ജീവിതവും എല്ലാം പോയെന്ന് പറയാണ് ശിവശങ്കർ. അപ്പോൾ രാജീവ് പറയാണ് ഇത്രയും ഇവന്മാർ അതപ്പതിച്ച് പോയെന്ന് രാജീവ് പറയാണ്. ഇനി എന്ത് ചെയ്യാനാ? എന്തായാലും കോടതിയിൽ നിന്നും ജാമ്യം എടുക്കാൻ പറ്റുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തായാലും നമ്മുടെ വക്കീൽ പോയിട്ടുണ്ടല്ലോ, നോക്കാം. ഈ അവസാന നിമിഷം ചെന്ന് അലീനയോട് പറഞ്ഞാലും അവരാരും എന്ത് ചെയ്യാനാ? ആ ഡിവൈസ് മേക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് രാജീവ് പറയാണ്. മനു പറഞ്ഞതുപോലെ തന്നെ കോടതി വളപ്പിൽ ഇതേക്കൊക്കെ ആളുകൾ കാണും. നമ്മളെങ്ങാനും അവന്മാരുടെ അച്ഛനും കൊച്ചച്ഛനാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയും കൂടെ ശരിയാക്കുമെന്ന് രാജീവ് പറയുകയാണ്. അപ്പോൾ ശിവശങ്കർ പറയാണ് പുറത്ത് നാട്ടിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഇപ്പോൾ. ഇവിടെ വെച്ച് തന്നെ നമ്മളാണ് ഞാൻ അവൻ്റെ അച്ഛനും കൊച്ചച്ഛനാണെന്നൊക്കെ അറിഞ്ഞാണെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അവർ നമ്മൾ ശരിയാക്കിയേനെ എന്ന് ശിവശങ്കർ പറയാണ്. അങ്ങനെ ശിവശങ്കറിനെ വിളിച്ചുകൊണ്ട് രാജീവ് അവിടെ നിന്ന് പോവുകയാണ്. കമലയെ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പം മനു ആണെങ്കിൽ അങ്ങോട്ട് വരുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, ആ ശിവേട്ടനും കൊച്ചച്ഛനും എങ്ങാനും വിളിച്ചോടാ എന്ന് ചോദിക്കുകയാണ്. ആ വിളിച്ചായിരുന്നു, എന്ത് പറഞ്ഞെന്ന് ചോദിക്കുകയാണ് കമല. എന്ത് പറയാനാ, അവിടെ ചെന്നിട്ട് ഒന്നും നടന്നില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പം അവർ രണ്ടുപേരും ആർക്കും അറിഞ്ഞൂടാത്തതുകൊണ്ട് ആരും കാണാതെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കയറി സി എ അടുത്ത് സംസാരിക്കാൻ പറ്റി. സി എ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പിന്നെ ഹരിയെയും രോഹിയെയും കണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞതെന്ന് മനു പറയാണ്. അവരെന്താ പറയുന്നത് എന്ന് കമല ചോദിക്കണം. അവരെന്താ പറയാനാ, ഇത്രയും വീട്ടുകാരെ നാണം കെടുത്തിട്ട് ഇനി എന്ത് പറയാനാ? കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാ അറിയാൻ കഴിഞ്ഞത്. ജാമ്യമൊന്നും കിട്ടത്തില്ലെന്നാ CI പറഞ്ഞെന്നുള്ള കാര്യം മനു ആണെങ്കിൽ കമലയുടെ അടുത്ത് പറയാണ്. അപ്പം കമല അന്നേരവും പറയാണ് ഇതിനെല്ലാം കാരണം ആ രോഹിത്ത ഹരിയും കൂടെ കൊണ്ടുപോയി ഈ കെണിയിൽപ്പെടുത്തിയെന്ന് പറയാണ്. അപ്പോൾ മനു പറയാണ് അമ്മയൊന്നും മിണ്ടായിരിക്കേ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്.